ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫ്. ഓക്കെ, ഇത് അതായത് നിങ്ങളുടെ അടുത്ത് ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ അടുത്ത് കൂടെ ഉണ്ടാവില്ല. ഒന്നല്ലെങ്കിൽ അത് ചിലപ്പോൾ മക്കളായിരിക്കാം കൂടെ ഉണ്ടാകാത്ത ആളുകൾ, അല്ലാന്നുണ്ടെങ്കിൽ ഭാര്യ ആയിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടെ ജീവിക്കുന്നുണ്ടെങ്കിലും എന്താ പറയാ, മാനസിക അകൽച്ച അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കാര്യത്തിൽ ഉണ്ടാകാം. അതും അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു സിറ്റുവേഷൻ പറയാനുള്ളത്, നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളായിട്ട് അകന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ആ ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളായിട്ട് ആരോ നിങ്ങളുടെ അടുത്ത് നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അകന്നു നിൽക്കുന്ന, ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ മാനസികമായിട്ട് അകന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോ എന്താണ്, ഒരു ബോട്ട് കരയിൽ നിന്നിട്ട് ആ ബോട്ട് ഇങ്ങനെ, അതായത് ആ ബോട്ടിന്റെ കയർ അഴിക്കുമ്പോൾ ആ ബോട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ പോവൂലേ, അതുപോലെ ഇങ്ങനെ അകന്നു പോകുന്ന ഒരു കാര്യം നിങ്ങൾ കരയിൽ നിന്ന് കാണുന്ന ഒരു സിറ്റുവേഷൻ ഓൾറെഡി ചിലപ്പോൾ കണ്ടോണ്ടിരിക്കുന്നുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ആ പറയുന്ന ആ ഒരു ബോട്ട് അകലേക്ക് കാണാമറയത്തോട്ട് പോകുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ആലോചിച്ചുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലാന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ചുള്ള ഉറക്കമില്ലായ്മ. ചില ആളുകൾക്ക് ഉറക്കത്തിൻ്റെതായിട്ടുള്ള നല്ല ബുദ്ധിമുട്ടൽ കാര്യങ്ങളുണ്ട്. ചില ആളുകൾക്ക് ഉറക്കമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ചില സമയത്ത് ഒരു മാനസികമായിട്ടുള്ള ഒരു കാര്യങ്ങൾ, അതായത് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, സ്വന്തമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ മാനേജ് ചെയ്യാനോ പറ്റാത്ത അവസ്ഥ ചില സമയത്ത് വരും. ചില സമയത്ത് നിങ്ങൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇതിനെയൊക്കെ അതിജീവിച്ചെടുക്കാൻ പറ്റും, ഞാൻ നല്ല സ്ട്രോങ് ആണ്, ഞാൻ ഇതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് വരും, എനിക്ക് ജീവിച്ചേ പറ്റൂ, എനിക്ക് എന്തുകൊണ്ടും എനിക്ക് മുമ്പോട്ട് പോകണം, എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം, എനിക്ക് എൻ്റെതായിട്ട് എന്നെ കുറിച്ച് ആലോചിക്കുന്ന ആളുകളും എൻ്റെ ചുറ്റിനുമുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ നിൽക്കണം. അങ്ങനെയുള്ള ചിന്ത കൊണ്ടുവരും നിങ്ങൾ. അത് കുറച്ചു നേരത്തേക്ക് ഉണ്ടാവും. കുറച്ചു നേരം കഴിയുമ്പോൾ എന്താ, ഈ കുടം കമത്തി വെള്ളം ഒഴിക്കുന്നത് പോലെ നിങ്ങൾ ആ ചിന്തയൊക്കെ ഇങ്ങനെ കമത്തി വെള്ളം ഒഴിച്ച പോലെ. അതായത് എത്രയൊക്കെ നല്ല രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാവും ആ അത്രയും നല്ല രീതിയിൽ ചിന്തിച്ച വ്യക്തി കുറെ നേരം കഴിയുമ്പോൾ ഡൗൺ ആയി പോകും. എൻ്റെ ജീവിതം ഇങ്ങനെ വന്നു, എനിക്ക് മാത്രം ബുദ്ധിമുട്ടാണ്, ഈ ലോകത്ത് എൻ്റെ അത്രയും ബുദ്ധിമുട്ടുകൾ വേറെ ആരും അനുഭവിക്കുന്നില്ലേ. നിങ്ങൾ ചിരിച്ച മുഖങ്ങളെ കാണുമ്പോൾ അതുപോലെ പോസിറ്റീവായിട്ടിരിക്കുക. അല്ലാതെ നമ്മൾ എല്ലാവർക്കും എന്താ പറയാ, ഇപ്പൊ എനിക്ക് മാത്രമാണ് പ്രശ്നമെന്ന് അത് മാറ്റുക. അത് കാരണം എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മളോട് വന്നിട്ട് ആരെങ്കിലും പറയും എനിക്കിങ്ങനെ ഇന്ന പോലെയുള്ള പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടിലാണ്, അതൊക്കെ എല്ലാവരും ഉള്ളിൽ വെച്ചുകൊണ്ടല്ലേ നടക്കുള്ളൂ. അപ്പൊ അതൊക്കെ വിട്ടുകളയുക. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ചിന്തയുണ്ട്, ജനിച്ചപ്പോൾ തൊട്ടേ ഇങ്ങനെയാണ് ചില ആളുകൾ ചിന്തിക്കുന്നുണ്ട്. ചില ആളുകൾ ഞാൻ കുറെ നാളൊക്കെ ഞാൻ നല്ല രീതിയിൽ ജീവിച്ചാണ്, എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു, ഞാൻ ഏതോ നിമിഷത്തിൽ ചില കാര്യങ്ങളിൽ പെട്ടുപോയി, എന്ത് ചെയ്യാൻ, ഞാൻ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് തീരുമാനിച്ചെടുക്കുന്ന വ്യക്തിയാണ്, എനിക്ക് എല്ലാ കഴിവുള്ള വ്യക്തിയാണ്, ഞാൻ എന്തുകൊണ്ട് ഞാൻ ചില സിറ്റുവേഷനിൽ പെട്ടുപോയി, എന്തുകൊണ്ട് ചില വ്യക്തികളുടെ അടുത്ത് കുടുങ്ങിപ്പോയി എന്നൊക്കെ ആലോചിച്ച് ബുദ്ധിമുട്ടിലാവുന്ന ആളുകളും ഉണ്ട്. എനിക്ക് പക്ഷെ പുതിയതായിട്ട് ഒരു ജീവിതം തുടങ്ങണം,
അതൊരു ജോലിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ പുതിയതായിട്ടുള്ളൊരു കുടുംബം കെട്ടിപ്പടുത്താനാണെന്നുണ്ടെങ്കിലും, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ പുതിയതായിട്ടുള്ള എന്താ പറയാ, പഴയ ഒരു വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ എല്ലാം മാറി പുതിയൊരു ജീവിതം വേണം, എനിക്ക് എങ്ങനെയെങ്കിലും അത് നിവർത്തിക്കൊണ്ടുവരണം, മടങ്ങിയിരിക്കുന്നതിനെ നിവർത്തി എഴുന്നേൽപ്പിക്കണം, എനിക്കൊരു എനർജി ഉണ്ടാക്കണമെന്നൊക്കെ ആലോചനയുണ്ട്. ആലോചന നല്ല രീതിയിലുണ്ട്. ഭയങ്കര ആലോചന ആളുകളാണ്. ചിന്താവിഷ്ടയായിട്ടുള്ള ശ്യാമളയും ചിന്താവിഷ്ടയായിട്ടുള്ള ശ്യാമളനും അങ്ങനെയൊക്കെയാണ്. ആലോചിച്ചാൽ മാത്രം പോരാ, നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരുമ്പോഴാണ് അതിന്റെ കാര്യങ്ങളിലോട്ടൊക്കെ വരുത്തുള്ളൂ. അല്ലാതെ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ജീവിതകാലം മുഴുവൻ അവിടെ ആലോചിച്ചിരിക്കലേ ഉണ്ടാവുള്ളൂ. കാരണം ഇത് ചില ആളുകളുടെ അടുത്ത്, അതായത് ഈ നമ്മൾ വിട്ടുകളയേണ്ടത് വിട്ടുകളയാതെ, അല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു എന്താ പറയാ, പല കാര്യങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തത വരുത്താതെയുള്ള ഒരു കുറെ കാര്യങ്ങൾ, ഒരു എന്താ പറയാ, ഊരാക്കുടുക്ക് പോലെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആ ഊരാക്കുടുക്കൊന്ന് അഴിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ, ആ ഒരു കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന ആ ഒരു കാര്യങ്ങൾ ഒന്ന് നിവർത്തിയെടുത്ത് ഒന്ന് ശരിയാക്കുക. നല്ലതാണെന്നുണ്ടെങ്കിൽ എടുക്കുക, ചീത്തയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റുക. കാരണം അത് നിങ്ങൾ, നമുക്ക് പല കാര്യങ്ങളും നല്ലത് വേണം എന്ന് പറയുമ്പോൾ, ആ നല്ല ജീവിതം വേണം, നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കണമെന്ന് നിങ്ങൾക്ക് വിചാരം ഉണ്ടെന്നുണ്ടെങ്കിലും, നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻ, ആ ഊരാക്കുടുക്കിൽ ഉള്ള ആ ഒരു സിറ്റുവേഷൻ നമ്മളത് വേണോ, ഞാൻ ഇവിടെ തന്നെ നിൽക്കണോ, അല്ലെങ്കിൽ ഞാൻ പോകണോ, എനിക്ക് ആരുടെയെങ്കിലും ഹെൽപ്പ് വേണോ, അല്ലെങ്കിൽ ഞാൻ ഇതിനെന്താണ് ചെയ്യേണ്ടത്, ഇതിൽ ഞാൻ നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അല്ലാന്നുണ്ടെങ്കിൽ ഇത് എനിക്കത് നല്ലതായിരിക്കുമോ, അങ്ങനെയൊക്കെയുള്ള കാര്യം ഒന്ന് ചിന്തിക്കുക. കാരണം ഇത് ചില ആളുകൾ ഒരു എന്താ പറയാ, ഒരു പ്രത്യേകപ്പെട്ട ഒരു കയ്പ് നിറഞ്ഞ ഒരു ബുദ്ധിമുട്ടിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരു കാര്യം കാണിക്കുന്നുണ്ട്. അത് ഈ മെന്റലി ഉള്ള കാര്യമായതുകൊണ്ടാണ് അത്രയും ഒരു പ്രഷർ വരുന്നത്. മെന്റലി ആണ് അതിൻ്റെ അകത്ത് നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് മാനസികമായിട്ടുള്ള കാര്യങ്ങൾ. മാനസികം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയാ, ഒരുപാട് സ്നേഹിച്ചിട്ടോ അല്ല, ഒരുപാട് മാനസികമായിട്ട് അവരുടെ അടുത്ത് ആ സിറ്റുവേഷനിൽ അകപ്പെട്ടിട്ടോ കിട്ടിയ ഒരു ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഒരു ജീവിതത്തിൽ പല കാര്യങ്ങളും ഒത്തുചേർത്ത് കൊണ്ടുപോകാൻ, ഇങ്ങനെ അതായത് എന്താ പറയാ, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. 18 അല്ല 19 നോക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് നല്ല രീതിക്ക് സ്നേഹിക്കാൻ അറിയാം. പക്ഷെ നിങ്ങൾ നല്ല രീതിക്ക് സ്നേഹിക്കാൻ അറിയാവുന്നവരാണ്. നിങ്ങൾ നല്ല രീതിക്ക് എന്താ പറയാ, പലതും ശരിയാക്കി, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഏത് വിധേനയാണെന്നുണ്ടെങ്കിൽ എന്ത് സഹായവും നിങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ഞാൻ റെഡിയാണ്, ഞാൻ റെഡി സ്റ്റഡി ഗോയാണെന്നും പറഞ്ഞ് നിങ്ങൾ എന്താ പറയാ നിൽക്കുവാണ്. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കാം, പക്ഷെ എന്നെ സ്നേഹിക്കണം, എന്നെ ഒരു തലോടലെങ്കിലും തലോടണം, എന്നെ ഒന്ന് കെയർ ചെയ്യണം, എന്നെ ഒന്ന് സ്നേഹത്തോടുകൂടി ആത്മാർത്ഥമായിട്ട് എന്നെ ഒന്ന് പരിചരിക്കണം, എന്നെ നല്ല രീതിക്ക് എന്നോടൊന്ന് പെരുമാറണം, എനിക്കൊരു ആശ്വാസവാക്ക് കിട്ടണം. അതൊക്കെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നിങ്ങൾ വേറെ ലെവലാണ്. അങ്ങനെ നിങ്ങൾ നിൽക്കുവാണ്, എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം വേണം, അങ്ങനത്തെ ഒരു വ്യക്തി വേണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെയാണ്, ആ ഒരു കാര്യത്തിൽ നിന്നൊക്കെയാണ് ഈ ബുദ്ധിമുട്ട്, ജീവിതത്തിൽ നിന്ന് ബാലൻസ് ഇല്ലായ്മ നിങ്ങളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ കുറഞ്ഞ് ഇപ്പൊ ചില ആളുകൾക്ക് അത് അങ്ങേയറ്റം എത്തിയിട്ടുണ്ട്, ബാലൻസ് ഇല്ലായ്മ. ചില ആളുകൾക്ക് അത് 3/4 ഭാഗമായിട്ടുണ്ട്. അപ്പോഴാണ് ഈ മാനസിക പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടിലോട്ട് വരുന്നത്. ചിലപ്പോൾ അത് ചില കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ പ്രഷർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടാകാം. അതും അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ, ഈ വെറുതെ ഇരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ചിലപ്പോ എന്താ പറയാ, കണ്ണുനീര് വരുന്നത് പോലെയോ, അല്ലാന്നുണ്ടെങ്കിൽ ചില സമയത്ത് എത്ര സന്തോഷമുള്ള പരിപാടികൾ ചുറ്റിനും നടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ചില സമയത്ത് ഒരു വിഷമമായിട്ട്, ഒരു മൂടിയായിട്ട്, നമ്മളിങ്ങനെ കാർമേഘങ്ങളൊക്കെ ഇരുണ്ടു കൂടില്ല, അതായത് മഴ പെയ്യോ,
മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ടെന്ന് പറയുന്ന പോലെ കാർമേഘങ്ങളൊക്കെ ഉള്ള ഒരു ആ ഒരു സിറ്റുവേഷൻ. പക്ഷേ ജീവിക്കണം, എനിക്ക് ജീവിച്ചേ പറ്റൂ എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്ക് നോക്കാം. നമ്മൾ വെറുതെ ചിന്ത കൊണ്ട് വന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മളിപ്പോ എന്താണ് നിങ്ങൾക്ക് ഉള്ള ഒരു അതായത് ഇപ്പൊ ആരുടെയെങ്കിലും ഒരു കാര്യം, ഒരു ഹെൽപ്പ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ മടിക്കാതെ ആ ഹെൽപ്പ് ചോദിക്കുക. വിശ്വാസമുള്ള ആളുകളുടെ ഹെൽപ്പ് ചോദിക്കുക കേട്ടോ. അല്ലാതെ നമ്മൾ ഈ ആവശ്യമില്ലാത്തവരുടെ അടുത്ത് അനാവശ്യമായിട്ടുള്ള ആളുകളുടെ അടുത്തും കൊണ്ടുപോയി നമ്മളുടേതായിട്ടുള്ള എല്ലാ പേഴ്സണൽ കാര്യങ്ങളും കൊണ്ടുപോയി അവിടെ എന്താ പറയാ, അവിടെ അങ്ങോട്ട് സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് തന്നെ ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത്. കാരണം ശത്രു ഏതാണ് മിത്രം ഏതാണെന്ന് മാത്രം മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പലതും കുറച്ച് വ്യക്തത വരുത്താനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് എന്താ പറയാ, കുറച്ച് നിങ്ങൾക്കൊരു എന്താ പറയാ, ഒരു ഗൈഡൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, കെട്ടുപിണഞ്ഞു കിടക്കുന്നതൊക്കെ ഇപ്പൊ ഇവിടെ നിന്നാണെന്ന് മനസ്സിലായി. ഓക്കെ, കെട്ടുപിണഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികൾ തന്നെ നിങ്ങൾക്ക് കെട്ടുപിണഞ്ഞു തന്നതാണ്. നിങ്ങൾക്കറിയാവുന്ന വ്യക്തികളോ നിങ്ങൾക്കറിയാവുന്ന, അത് ചിലപ്പോ നിങ്ങൾ സ്നേഹിച്ച വ്യക്തികളായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സംബന്ധമായിട്ടുള്ള ആളുകളായിരിക്കാം, ജോലി സ്ഥലത്ത് ഉള്ള ആളുകളായിരിക്കാം. നിങ്ങൾക്കറിയാവുന്ന ആളുകൾ തന്നെ നിങ്ങളെ ഈ ഒരു ഊരാക്കുടുക്കിലോട്ട് തള്ളിവിട്ട ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഏതൊരു ഊരാക്കുടുക്കിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഗൈഡൻസ്, അല്ലാന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ, പല സമയത്തും നിങ്ങളുടെ ജീവിതം നിങ്ങളെ കൈവിട്ടു പോകുന്നു എന്നുണ്ടെങ്കിലും നിങ്ങളെ താങ്ങിയെടുക്കാനുള്ള ഒരു കൈ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. പല സമയത്തും നിങ്ങൾ ഇല്ലാണ്ടായി എന്ന് തോന്നിയപ്പോഴും നിങ്ങളെ ഇങ്ങനെ നമ്മളൊരു ചെറിയ കുഞ്ഞ് നമ്മൾ വീഴുമ്പോൾ കുഞ്ഞിനെ വേഗം ഓടിപ്പോയി നമ്മൾ എടുക്കൂല, അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സീക്രട്ട് ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സീക്രട്ട് ആയിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷനിൽ പെട്ടുപോയതായിരിക്കാം, മറ്റൊരാളോട് പറയാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു അവസ്ഥയിൽ പെട്ടുപോയതായിരിക്കാം. അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ വ്യക്തിയോ നിങ്ങളുടെ ഏതെങ്കിലും രീതിയിലുള്ള നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോ സീക്രട്ട് ആയിട്ടുള്ള ഏതെങ്കിലും പരിപാടികൾ ചെയ്യുന്നുണ്ടാകാം. അതിനെക്കുറിച്ചുള്ള വ്യാകുലതകളോ അതിനെക്കുറിച്ചുള്ള ബുദ്ധിമുട്ടുകളോ മനസ്സിന് നല്ല രീതിക്ക് ഒരു നീറ്റൽ ഉണ്ടാക്കുന്നു, ഒരു വിഷമങ്ങൾ ഉണ്ടാക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ വിട്ടുകളയുക. കാരണം നമ്മൾ അതിൻ്റെ അകത്തൊക്കെ ഒരു ക്ലാരിറ്റി വരുത്തി നമ്മളത് ക്ലിയർ ചെയ്ത് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. നമുക്ക് ജീവിക്കണ്ടേ, നമുക്ക് ജീവിച്ചാലേ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഈ സൂയിസൈഡ് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡ്രഗ്സിനുള്ള അഡിഷൻ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വേറെ എന്തെങ്കിലും പരിപാടികളിലോട്ടൊക്കെ പോകുന്നത്, അത് ഒന്നിനും ഒരു പരിഹാരമല്ല. അതൊരു കാര്യത്തിനും ഒരു പരിഹാരമല്ല. നമ്മളെ ഏത് സിറ്റുവേഷനിൽ ഏത് രീതിയിലോ ഏത് ബുദ്ധിമുട്ടിലാണോ ആക്കിയത് അങ്ങനെയുള്ള ആളുകളുടെ മുമ്പിൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നതാണ് ഏറ്റവും വലിയ റിവഞ്ച്. അല്ലാതെ മറ്റുള്ളവർക്ക് കുറച്ചും കൂടി എളുപ്പമാവണം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു മാനസികമായിട്ടുള്ള ഒരു പിടിവിട്ടുള്ള എന്നുള്ള രീതിയിൽ നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത വേണ്ടാത്ത വിചാരങ്ങളോ വേണ്ടാത്ത കാര്യങ്ങളോ നമ്മൾ നമ്മളുടെ ജീവിതത്തിലോട്ട് വലിച്ചു വെക്കാതിരിക്കുക. ഒരു ഡ്രഗ്സിന് അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്കത് എന്നും നമ്മുടെ ലൈഫ് ടൈം മുഴുവൻ അത് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ദയവ് ചെയ്തും അങ്ങനെയുള്ള ഒരു പരിപാടിയിലും പോയി പെടാതിരിക്കുക. കുറച്ച് ബ്ലാക്ക് മാജിക്കിന്റെ എനർജി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് നോക്കുക. ഓക്കെ, നമ്മൾ ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും മാറുമെന്നേ, നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്നും ചിന്തിക്കാതിരിക്കുക. നമ്മൾ റെഡി സ്റ്റഡി ഗോ എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോവുക. പറയാനുള്ളവരവിടെ കുശുമ്പും കുഞ്ഞായ്മയും ഈ അസൂയയും കാര്യങ്ങളൊക്കെ പറയാനുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനൊക്കെ ചെവി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. ആ കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. അവരെന്ത് ചിന്തിക്കും,
ഇവരെന്ത് ചിന്തിക്കും, മറ്റുള്ളവരെന്ത് ചിന്തിക്കും, അവരവിടെ ഇരുന്ന് ചിന്തിച്ചോട്ടെ, നമുക്കെന്താ, വിട്ടുകളയാം. ഓക്കെ. ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ്. ആ ഇത് ഞാനൊരു കാര്യം പറയട്ടെ. അതായത് നിങ്ങൾക്ക് ഇപ്പൊ വന്നിരിക്കുന്ന ഈ ഒരു ഊരാക്കുടുക്കെന്ന് ഞാൻ പറഞ്ഞല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സിറ്റുവേഷൻ എന്ന് പറഞ്ഞല്ലോ. ഞാൻ അപ്പൊ ഇത് ഇത് എനിക്കിട്ടുള്ള പണിയാണ്. ഇത് നിങ്ങളോടല്ല, ഇത് എനിക്കിട്ടുള്ളതാണ്. അതായത് ഞാൻ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നില്ലേ, അപ്പൊ ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലാണ്, നിങ്ങൾ അങ്ങനെയാണ് ഒക്കെ ഞാൻ സംസാരിച്ചു. യൂണിവേഴ്സ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് റിമൈൻഡേഴ്സ് തന്നിട്ടുണ്ടാവും. അതായത് നിങ്ങൾ ഒരു ഊരാക്കുടുക്കിലോട്ട് പെടാൻ പോകുന്നതിന് മുമ്പോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ പെടാൻ പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ പെട്ടപ്പോഴാണെങ്കിലോ നിങ്ങൾക്ക് ഒരുപാട് റിമൈൻഡേഴ്സ്, ഒരുപാട് ആ സിറ്റുവേഷൻസ് എന്തായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ആ വ്യക്തി എങ്ങനെയുള്ളതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നതുപോലെ ആയിരിക്കും, അതെടുത്താൽ നിങ്ങൾക്ക് ഇന്ന പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് കുറച്ച് ആളുകൾക്ക്, ഒരു ഭൂരിഭാഗം ആളുകൾക്കും യൂണിവേഴ്സ് റിമൈൻഡേഴ്സ് തന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ചില ആളുകൾ എനിക്ക് ആ വ്യക്തിനോട് സ്നേഹമാണ്, അല്ലെങ്കിൽ എനിക്ക് ആ സിറ്റുവേഷനോട് സ്നേഹമാണ്, എനിക്ക് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ആ ജോബിനോട് ഇഷ്ടമാണ്, എനിക്ക് അത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നമ്മൾ ഇങ്ങനെ എന്താ പറയാ, കൊച്ചുകുട്ടി കരയുന്ന പോലെ ഇങ്ങനെ തന്നെ വാശി പിടിച്ച് നിൽക്കുവാണ്. അതായത് യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നത് ഞാൻ പല രീതിയിലുള്ള റിമൈൻഡേഴ്സ് കൊടുത്തു, പക്ഷെ അത് നിങ്ങൾ എന്താ, നിങ്ങളത് കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടില്ല എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്കറിയാം പല കാര്യങ്ങളും, തെറ്റേതാണ് ശരി ഏതാണ്, നിങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെയാണ്, നിങ്ങളുടെ ആ സിറ്റുവേഷൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി എന്തൊക്കെയാണ് ചെയ്യുന്നത്, നിങ്ങൾ ആ വ്യക്തിനെ എപ്പോൾ നിങ്ങൾ കൺട്രോൾ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്തുനിന്ന് എത്രത്തോളം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ആ വ്യക്തിനെ എപ്പോൾ നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവരണം, അങ്ങനെയുള്ള പല റിമൈൻഡേഴ്സ് വന്നിട്ട് ചിലതിൽ നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ ഈ റിമൈൻഡേഴ്സിന് ഇത് കൊടുക്കാതെ നിങ്ങളുടെ വ്യക്തി ആ സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തു. അതായത് നിങ്ങൾ ആ വ്യക്തിനോടോ ആ സിറ്റുവേഷനോടുള്ള സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തു എന്നാണ് ഇവിടെ യൂണിവേഴ്സൽ മെസ്സേജ് വന്നിരിക്കുന്നത്. ഓക്കെ. ഞാൻ എന്താണ് പറഞ്ഞത് അത് തന്നെയാണ് വരുന്നത്. ഹീലിംഗ് എനർജി വിട്ടുകളയാ. മാനസികമായിട്ട് ഇപ്പം നടന്നു, ഇത്രയും നാള് നടന്നു, ഈ നിമിഷം വരെ നടന്ന കാര്യങ്ങളൊക്കെ നടന്നു. അത് ഇനി നമുക്കതൊന്നും മാറ്റാനോ പിടിക്കാനോ ഒന്നും പറ്റത്തില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്. നമ്മൾ പിന്നെ ഇനി അതിന്റെ പുറകെ തൂങ്ങിയിട്ട് കാര്യമില്ല. പക്ഷെ അത് ആ നടന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക. ടേക്ക് ചാർജ് ആൻഡ് ആക്ഷൻ. അതിന്റെ അർത്ഥം അറിയാലോ. അതായത് നമ്മൾ ആക്ഷൻ എടുക്കേണ്ട കാര്യത്തിലാണ്. ഇപ്പം നിങ്ങളുടെ പിടിവിട്ട് പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ്, മറ്റുള്ളവരുടെ ഹെൽപ്പ് ചോദിക്കേണ്ട സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഒരു വ്യക്തത വരുത്തേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഓക്കെ. യെസ്, അങ്ങനെ ചെയ്യുക. ഓക്കെ. ഹോണസ്റ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ മനസ്സിൻ്റെ അകത്ത് ഒരു കാര്യം വെച്ചിട്ട് മറ്റുള്ളവരുടെ അടുത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടാക്കാതിരിക്കുക. അതായത് മനസ്സിൻ്റെ അകത്ത് വേറൊരു കാര്യമാണ് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത്, പക്ഷെ പുറമേ പറയുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങൾ ഓപ്പോസിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പോസിറ്റ് ആയിട്ട് എന്തോ സംസാരിക്കുന്നു. ആ ഒരു ഫീലിങ്സ് കൊടുക്കാതെ കമ്മ്യൂണിക്കേഷൻ ആരോട് ചെയ്തു കഴിഞ്ഞാലും അത് പ്രോപ്പറായിട്ടൊന്ന് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കാരണം അവർക്കും കൂടി അത് വിശ്വാസമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം, ഇപ്പൊ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ ചില ആളുകൾ നിയമപരമായിട്ടുള്ള കാര്യത്തിനെയൊക്കെ നേരിടുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ കോടതിപരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ എന്താ മധ്യസ്ഥ ചർച്ചകൾ, എന്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് ഇടപാട് വന്നെങ്കിലും നിങ്ങളുടെ പേര് അവിടെ പരാമർശിക്കുമ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് പ്രോപ്പർ ആയിരിക്കും. ഓക്കെ. അപ്പൊ അതാണ് കാര്യങ്ങൾ. ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിലെല്ലാ ആളുകളുടെ എനർജി ഉണ്ടാവും. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് റെസണേറ്റ് ആയില്ല, ഒന്നും നിങ്ങൾക്ക് കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല.
ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.